ഖമേനിയെ വധിക്കാൻ തങ്ങൾക്ക് ട്രംപിൻ്റെ സഹായം ആവശ്യമില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ആവശ്യമില്ല എന്നും ഇപ്പോൾ ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി പറയുന്നു. യുദ്ധസമയത്തൊക്കെ ഖമേനിയെ പരിധിയെങ്കിലും ലഭിച്ചില്ല എന്ന് കരുതി തങ്ങൾ കൊല്ലാതെ വിടുകയാണ് എന്നതിന് അർത്ഥമില്ല. ഇപ്പോൾ വെടിനിർത്തലിൻ്റെ ഭാഗമായി തൽക്കാലത്തേക്ക് അത് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഖമേനി ബങ്കറിൽ തുടരാനാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ വെടിനിർത്തൽ കരാർ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് തങ്ങൾ നീങ്ങില്ല. പക്ഷേ ആ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടതാണ്, അതിൽ നിന്ന് പിന്നോക്കം പോകാനും കഴിയില്ല. ഏതായാലും ഖമേനി എവിടെയുണ്ടോ ആ കെട്ടിടം അടക്കം തകർക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ പദ്ധതി എന്ന് ഇപ്പോൾ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും സംഘവും. ഏതായാലും ഇതിപ്പോൾ ഒരു താൽക്കാലികമായ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു. അമേരിക്ക അടക്കം ഇറാന് അവരുടെ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുമെന്നടക്കം പറയുമ്പോഴും ഈ ഖമേനി എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയും ഇസ്രായേൽ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.